തൃശൂരിൽ സുരേഷ് ഗോപിക്കായി പദയാത്ര സംഘടിപ്പിച്ച പൗരപ്രമുഖർ. രാഷ്ട്രീയത്തിന് അതീതമായി ഡോക്ടർമാരും നിയമവിദഗ്ധരും എഞ്ചിനീയർമാരുടെയും കൂട്ടായ്മയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പദയാത്രയിൽ നിരവധി പേർ അണിനിരക്കുന്നു. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, വലിയ രീതിയിലുള്ള പൗരപ്രമുഖരുടെ കൂട്ടായ്മ തന്നെയാണോ ഒരു പദയാത്രയ്ക്ക് പിന്നിൽ? മറ്റു വിവരങ്ങൾ കൂടി. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചരണവുമായി ഒരു കൂട്ടം പൗരപ്രമുഖർ ഇവിടെ പദയാത്ര സംഘടിപ്പിക്കുകയാണ്. സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്നുള്ള പേരിലാണ് ഈ ഒരു കൂട്ടായ്മ ഇത്തരമൊരു പദയാത്ര സംഘടിപ്പിക്കുന്നത്. നിരവധി പേരാണ് ഇതിൽ അണിനിരക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള എഞ്ചിനീയർമാരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, നിയമവിദഗ്ധരായിക്കോട്ടെ, എല്ലാവരും ഈ ഒരു പദയാത്രയിൽ ഒരേ മനസ്സോടുകൂടി അണിനിരക്കുന്നു. ഈ പദയാത്രയിൽ അണിനിരക്കുന്ന എല്ലാവർക്കും ഒരേ മനസ്സാണ്. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ ഒരു പദയാത്ര എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ ഇതേപോലെ തൃശ്ശൂരിൽ ഒരു വൈബ് സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ. സുരേഷ് ഗോപി ഇത്തവണ ജയിക്കും എന്ന് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല എങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെയായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളുടെ പ്രാർത്ഥന കൂടിയാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ടോ? നല്ല പിന്തുണയാണ് ലഭിക്കുന്നത്. സംസാരിക്കുന്നവരെല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നെഗറ്റീവായിട്ട് ഞങ്ങൾക്ക് ഇതേ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഡോക്ടറാണ്. ഡോക്ടർ ഇപ്പോൾ ഈ പദയാത്രയിൽ നേതൃത്വം നൽകുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരേ മനസ്സോടു കൂടി ഇറങ്ങുകയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ? ഇത് ഞങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ എല്ലാവരെയും 7 മണ്ഡലങ്ങളും നമ്മൾ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ എവിടേക്കാണോ വോട്ട് കുറവ് അവിടേക്കാണ് നമ്മൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ഇതാക്കാൻ നോക്കുന്നുണ്ട്. തൃശ്ശൂരിന്റെ വികസന മുരടിപ്പിനെ മറികടക്കണമെന്ന് തന്നെയാണ്. അതെ, തീർച്ചയായും. ഈ വികസനം തൃശ്ശൂർ എന്താ പറയുക, ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് എങ്ങനെയാണോ ഈ തൃശ്ശൂർ റൗണ്ട് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് ജനങ്ങളായിട്ട് ഞങ്ങളായിട്ട് വന്ന് എനിക്കൊന്ന് കേരളത്തിൽ എനിക്കൊന്ന് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ടായിരിക്കും. ഒരു നേതാവിനെ ഞങ്ങൾക്ക് ഇയാൾ മതി എന്ന് പറയണത് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. എന്തായാലും പദയാത്ര ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് ഇപ്പോൾ ഈ പദയാത്രയിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഈ പദയാത്ര ഇപ്പോൾ അണിനിരക്കുന്നത്. ഓരോരുത്തരും സുരേഷ് ഗോപിയുടെ ആ ഒരു ചിത്രം മുഖത്ത് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിരവധി പേർ ഈ പദയാത്രയിൽ അണിനിരക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ മേഖലയിലുള്ള വിദ്യാർത്ഥികളായാലും അതോടൊപ്പം തന്നെ മറ്റ് പൗരപ്രമുഖരായാലും എല്ലാവരും ഒരേ മനസ്സോടുകൂടി സുരേഷ് ഗോപിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലാണോ ഈ ഒരു പദയാത്ര? അല്ല, ഒട്ടും രാഷ്ട്രീയമല്ല. ഇത് ഒരു സുരേഷ് ഗോപി ഒരു നല്ല ഹ്യൂമാൻ ബീയിങ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് തന്നെ പിന്തുണ കൊടുക്കുക. തീർച്ചയായിട്ടും. അതെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല എങ്കിലും നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തെ. അതെ, അദ്ദേഹം ഒരു കൂടുതലായിട്ടൊരു നല്ല മനുഷ്യസ്നേഹി, നല്ലൊരു ഹ്യൂമാൻ ബീയിങ്. അപ്പൊ അങ്ങനെയുള്ള ആള് വന്നു കഴിഞ്ഞാലേ ഭരണത്തിൽ വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപകാരമുള്ള ആരെങ്കിലും, അതിന് പ്രാപ്തരായ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹമുണ്ട്. വികസനത്തെ പറ്റി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ തൃശ്ശൂർ അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇപ്പോഴും തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്, അറിയുന്നില്ല ആൾക്കാർ. അതാണ്. തീർച്ചയായും നിരവധി പേരാണ് അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ച് ഈ ഒരു പദയാത്രയിൽ അണിനിരക്കുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിന്റെ വികസന മുരടിപ്പിനെ മറികടക്കണമെങ്കിൽ സുരേഷ് ഗോപി വരണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രം. മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ഈ ഒരു പദയാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.